എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th മാത്സിലെ അരിത്തമെറ്റിക് സീക്വൻസിലെ പാർട്ട് 3 ആണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾജിബ്ര ഓഫ് സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണികളുടെ ബീജഗണിത രൂപമാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എങ്ങനെയാണ് ശ്രേണി ഫോം ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ നിന്ന് തന്നെ എങ്ങനെ കോമൺ ആയിട്ട് ശ്രേണികൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഫോം ചെയ്യാവുന്നതാണ് നമ്മൾ ആൾജിബ്ര ഓഫ് സീക്വൻസ് എന്ന പോർഷനിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു 1 2 3 4 സൈഡ്സ് ഉള്ള എന്താണ് ചതുരം, സമചതുരങ്ങൾ, അതിന്റെ പെരിമീറ്റർ. പെരിമീറ്റർ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു? എത്രയാണ്? 4 8 12 16 എക്സെട്ര അല്ലേ? അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ, അതായത് എല്ലാ ടേംസും കണ്ടുപിടിക്കാൻ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ടേംസ് എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷൻസ് എങ്ങനെ ഫോം ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 4 ഇൻറ്റു സൈഡ് ആണ്, അതായത് 4 ഇൻറ്റു എ. ആ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്നതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിലെന്താണ്, ഇതിലെ ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ശ്രേണിയിലെ ഓരോ ടേംസിനെയും അല്ലെങ്കിൽ ഓരോ സംഖ്യകളെയും പറയുന്നത് ടേംസ് എന്നാണ്. ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ എന്നാണ് പറയുന്നത് ഇതിലെ ഓരോ സംഖ്യകളെയും, ശ്രേണിയിലെ ഓരോ സംഖ്യകളെയും. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം എഴുതി 4നെ ഫസ്റ്റ് ടേം, അതിനെ നമ്മൾ x1 എന്ന് സൂചിപ്പിക്കാം. അടുത്തത് x2 x3 x4 എക്സെട്ര. അപ്പോൾ ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം അങ്ങനെ പോകുന്നു. അതിനെ നമ്മൾ x1 x2 x3 x4 അങ്ങനെ ഡിനോട്ട് ചെയ്തു. ഇതിൽ നമ്മളിപ്പോൾ nth ടേം, അതായത് n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് xn = 4 ഇൻറ്റു a, അല്ലെങ്കിൽ a മാറ്റിയിട്ട് നമുക്ക് 4 ഇൻറ്റു n എന്ന് കൊടുക്കാം. ഇതാണ് നമ്മളുടെ എന്താണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് ആ പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ ആണ്. അത് നമുക്ക് ഉണ്ടായതുകൊണ്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഫോം ചെയ്യുന്നതിന് നമുക്കൊരു മെത്തേഡ് ഉണ്ട്, അതായത് nth ടേം = x1, അതായത് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒന്നാം പദം പ്ലസ് n-1 ഇൻറ്റു d, അതായത് എത്രാമത്തെ ടൈം ആണോ കണ്ടുപിടിക്കേണ്ടത് അതേ -1 ഇൻറ്റു d എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ എത്രയാണ് വരുന്നത്? 8 - 4 4, 12 - 8 4. അപ്പോൾ ഈ ശ്രേണിയിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. x1 ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 4 പ്ലസ് n. ഇപ്പൊ നമുക്ക് ഏത് ടൈം ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ടൈം ഇവിടെ കൊടുക്കാം. n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയാണ്? 4 തന്നെയാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ 4 പ്ലസ് 4 ഇൻറ്റു n 4n മൈനസ് 4 ഇൻറ്റു 1 4. അപ്പോൾ എങ്ങനെയാണ്? -4ഉം +4ഉം ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി എത്ര വരും? 4n. ഇതാണ് നമുക്കിവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതിയ ഇക്വേഷനാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ എങ്ങനെയാണ് nth ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് x1 പ്ലസ് n-1 ഇൻറ്റു d. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഏത് ശ്രേണിയാണെങ്കിലും അതിലെ nth ടൈം കണ്ടുപിടിക്കാം. ഈ ഒരു ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏത് ശ്രേണിയാണെങ്കിലും അതിന്റെ nth ടൈം നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആണ്. 1 1 1/2 2 2.5 അങ്ങനെ സൈഡ്സ് ഉള്ള എന്താണ് സ്ക്വയറിന്റെ സൈഡ്, പെരിമീറ്റർ, ഏരിയ, ഡയഗണൽ, ഇതിന്റെയൊക്കെ എന്താണ് ആൾജിബ്ര എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് സൈഡ് എടുക്കാം. സൈഡ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ മാറ്റി എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി എഴുതി. അതെങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ സൈഡ്സ് എങ്ങനെയാണെന്ന് എഴുതി. എന്നിട്ട് ഇനി ഈ സൈഡ്സിന്റെ ആൾജിബ്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇത് നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഇതിന്റെ എല്ലാം ബേസ് എന്താണ്? 2 ആയിട്ട് എടുത്ത് നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതും? 1നെ നമുക്ക് 2/2 എന്ന് എഴുതാലോ. 2/2 3/2. അടുത്ത 2നെ എങ്ങനെ എഴുതാം? 4/2. അടുത്തത് 5/2 6/2 7/2. അപ്പോൾ ഇതിന്റെ സൈഡ്സ് എങ്ങനെയാണ് പോകുന്നത്? 2/2 3/2 4/2
അങ്ങനെയാണ് പോകുന്നത് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ആൽജിബ്ര എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ എല്ലാം ബേസ് അല്ലെങ്കിൽ എന്താണ് അംശം എന്ന് പറയുന്നത് 2, 3, 4, 5, 6, 7 അങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഛേദം 2 തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 കോമൺ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന്റെ അംശങ്ങളുടെ ശ്രേണി നമുക്ക് ആദ്യം എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെ എഴുതും? ഫസ്റ്റ് ടൈം അതായത് ഒന്നാം പദത്തിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 2 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നാം പദം എടുക്കുമ്പോൾ x1 എങ്ങനെയാണ് വന്നിരിക്കുന്നത്? x1 എടുക്കുമ്പോൾ നമ്മൾ 1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1 + 1 / 2 എന്നല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 1 നമ്മൾ എന്ത് കൊടുക്കാം? n എന്ന് കൊടുക്കാം. അപ്പോൾ n + 1 / 2 അതാണ് വരുന്നത്. എന്ത്? ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ ഫസ്റ്റ് ടൈമിന്റെ ആണ് 1 + 1 / 2. nth ടൈം എടുക്കുമ്പോൾ എങ്ങനെ എഴുതും? xn = n + 1 / 2. ഈ n ന്റെ സ്ഥാനത്ത് നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ശ്രേണി കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എന്താണ് 50th ടൈം അതിൽ xn = എത്രയാണ്? x50 അല്ലേ. അപ്പോൾ n മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? 50. x50 = 50 + 1 / 2 എത്രയാണ്? 50 + 1 51 / 2. ഇതിനെ നമുക്ക് ഇനി എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതാം. മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതുന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് 51 / 2. അപ്പോൾ എത്ര വരും? = 25 1/2 അല്ലേ. അപ്പോൾ എത്ര വന്നു? 51 / 2 എന്ന് പറഞ്ഞാൽ 25 1/2. ഇതാണ് നമ്മളുടെ 50th ടൈം അല്ലെങ്കിൽ 50ാം പദം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ നമുക്ക് ഇനി ഏത് പദം വേണമെങ്കിലും കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം നമ്മൾ ആ എന്താണ് സൈഡ്സ് തന്നിരിക്കുന്നതിനെ നമ്മളൊരു ഓർഡറിലാക്കി എഴുതി, അതായത് എല്ലാത്തിൻ്റെയും ബേസ് 2 ആക്കി നമ്മൾ മാറ്റി എഴുതി. എന്നിട്ട് അതിനൊരു കോമൺ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അത് വെച്ച് നമ്മൾ ടൈം കണ്ടുപിടിച്ചു. ഇപ്പോൾ നമ്മൾ സൈഡ്സിന്റെ സീക്വൻസ് കണ്ടുപിടിച്ചു. അടുത്ത നമ്മൾ നോക്കുന്നത് പെരിമീറ്റർ ആണ്. ഇവിടെ പെരിമീറ്റർ എത്രയാണ്? 2, 4, 6, 8, 10 etc. ഇതാണ് നമ്മുടെ പെരിമീറ്റർ അല്ലേ. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. 4 × സൈഡ്. 4 × സൈഡ് ആണ് പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ സൈഡിന്റെ ഇക്വേഷൻ, അതായത് സൈഡിന്റെ ആൾജിബ്രിക് ഫോം കുറച്ച് മുമ്പ് നമ്മൾ കണ്ടെത്തിയിരുന്നു. അതെന്താണ്? n + 1 / 2 അല്ലെങ്കിൽ 1/2 × n + 1 അല്ലേ. ഇതാണ് നമ്മുടെ പെരിമീറ്ററിന്റെ ആൾജിബ്രിക് ഫോം. ഇതിനെ നമ്മൾ എന്താണ് ഇതാണ് നമ്മുടെ സൈഡ്സിന്റെ ആൾജിബ്രിക് ഫോം. ഇതിനെ നമ്മൾ പെരിമീറ്ററിന്റെ ആൾജിബ്രിക് ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെ വരും? പെരിമീറ്റർ എന്ന് പറയുന്നത് 4 × സൈഡ്. സൈഡിന്റെ ആൾജിബ്രിക് ഫോം ആണ് 1/2 × n + 1. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റുമ്പോൾ 4ഉം 2ഉം കൂടെ ക്യാൻസൽ ആവും. ഇവിടെ 2 വരും. = 2 × n + 1 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ പെരിമീറ്റർ കാണുന്നതിനുള്ള ആൾജിബ്രിക് ഫോം. ഇതിൽ നമുക്ക് n ന്റെ സ്ഥാനത്ത് ഏത് ടൈം വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ n ന്റെ സ്ഥാനത്ത് 50 ഇട്ടാൽ നമുക്ക് 50th ടൈം കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഏരിയയുടെയും ഡയഗണലിന്റെയും കണ്ടുപിടിക്കാം. അത് നിങ്ങൾ തന്നെ ജസ്റ്റ് ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ബിലോ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലേ. 1, 3, 5, 7, 9 etc. ഇതാണ് നമ്മുടെ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ. ഒറ്റ സംഖ്യകളുടെ എന്താണ് ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണാനുള്ള ഒരു കോമൺ ഇക്വേഷൻ, അതായത് x1 = xn = x1 + n - 1 × d. ഇതാണ് നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണാനുള്ള കോമൺ ഇക്വേഷൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ x1 എന്ന് പറയുന്നത് എത്രയാണ്? 1. അപ്പോൾ 1 + n - 1 × d. ഡിഫറൻസ് എത്രയാണ് വരുന്നത്? അതായത് 3 - 1 2. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് 2 ആണ്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 1 +
2n മൈനസ് 2. എത്ര വരും? 2n മൈനസ് 1. ഇതാണ് നമ്മളുടെ എന്താണ് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് കാണാനുള്ള ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇത് നമുക്ക് എന്നിന്റെ സ്ഥാനത്ത് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് ടൈം ആണെങ്കിലും കണ്ടെത്താൻ സാധിക്കും. അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മളുടെ കോമൺ ഇക്വേഷനിൽ നമ്മൾ x1ന്റെ സ്ഥാനത്ത് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 ആണ്. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനെ ഓപ്പൺ ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. എത്രയാണ്? 2n മൈനസ് 1. ഇതാണ് നമ്മുടെ ഓഡ് നമ്പേഴ്സിന്റെ ഓൾജിബ്രിക് ഫോം കണ്ടെത്താനുള്ള ഇക്വേഷൻ. അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടാണ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണി. അപ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ശ്രേണി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തിയിരുന്നു. ഏതൊക്കെയാണെന്ന്? 1, 4, 7, 11, 10 എക്സെട്ര. ഇതാണ് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണി. ഇതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇവിടെ x1 അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എന്താണ്? 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. d എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ് വരുന്നത്? 3 അല്ലേ? 4 മൈനസ് 1 3, 7 മൈനസ് 4 3. അപ്പോൾ ഏതെടുത്താലും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3. അപ്പോൾ 1 പ്ലസ് 3n മൈനസ് 3 ഈക്വൽ ടു 3n മൈനസ് 2. ഇതാണ് നമ്മളുടെ എന്താണ് 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിന്റെ ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് 3n മൈനസ് 2. ഇതിന് നമുക്ക് വേണമെങ്കിൽ 10th ടേം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 3 ഇൻറ്റു 10th ടേം ആകുമ്പോൾ 10 മൈനസ് 2 എത്രയാണ്? 3 ഇൻറ്റു 10 30. 30 മൈനസ് 2 എത്രയാണ്? 28. അപ്പോൾ 28 ആണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഒരു നമ്പർ. അതായത് നമ്മുടെ 10th ടേം, അതായത് x10. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സും കണ്ടെത്താം. അടുത്തത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ തേർഡ് പാർട്ടാണ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അതായത് 1ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി. 1ൽ അവസാനിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് 1, പിന്നെ ഏതാണ്? 11, 21, 31, 41 എക്സെട്ര. ഇതല്ലേ 1ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി. ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആണ് xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. x1 എത്രയാണ്? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. d എത്രയാണ് വരുന്നത്? 11 മൈനസ് 1 എത്രയാണ്? 10. 21 മൈനസ് 11 10. അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 10 equal to 1 plus 10n minus 10. അപ്പോൾ എത്ര വരും? 10n minus 10 plus 1 minus 9. അപ്പോൾ എന്താണ്? 10n minus 9. ഇതാണ് നമ്മളുടെ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് വിത്ത് 1. അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അത് നമ്മൾ 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് എഴുതി 1, 11, 21, 31, 41 എക്സെട്ര. അതിന്റെ എന്താണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടെത്തി 10. ഇനി നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. x1 എന്ന് പറയുന്നത് 1, n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് 10. നമ്മൾ ഓപ്പൺ ചെയ്ത് എഴുതിയപ്പോൾ 10n മൈനസ് 9. ഇതാണ് നമ്മളുടെ എന്താണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഏതാണ്? 10th ടേം x10 ഈക്വൽ ടു 10 ഇൻറ്റു n സ്ഥാനത്ത് എത്രയാണ് വരുന്നത്? 10 മൈനസ് 9. 10 ഇൻറ്റു 10 എത്രയാണ്? 100. 100 മൈനസ് 9. 100 മൈനസ് 9 91.
അപ്പോൾ നമ്മളുടെ 10th ടേം ആണ് 91. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ടേംസും ഈസി ആയിട്ട് കണ്ടെത്താം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിന്റെ അടുത്ത പാർട്ടാണ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 or 6. അതായത് 1-ലോ 6-ലോ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 1, 6, 11, 16, 21, etc. ഇതാണല്ലോ 1-ലും 6-ലും അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി. ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എഴുതി x1 equal to x1 plus n minus 1 into d. അതിൽ x1 അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 1 പ്ലസ് n minus 1 into d. അല്ലെങ്കിൽ d എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. എത്രയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? 6 minus 1 5. 11 minus 6 5. അപ്പോൾ എല്ലാ ടേംസിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്രയാണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ d എന്ന് പറയുന്നത് 5 ഈക്വൽ ടു 1 പ്ലസ് 5n മൈനസ് 5 ഈക്വൽ ടു 5n മൈനസ് 4. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താണ് 1-ലും 6-ലും അവസാനിക്കുന്ന നമ്പറിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മൾ ഇപ്പം 20th ടേം അല്ലെങ്കിൽ 20ാം പദം കണ്ടുപിടിച്ചു നോക്കാം. അപ്പോൾ എത്രയാണ്? x20 ഈക്വൽ ടു 5 ഇൻറ്റു എന്നിന് സ്ഥാനത്ത് എത്രയാണ് വരുന്നത്? 20 മൈനസ് 4. 5 ഇൻറ്റു 20 എത്രയാണ്? 100 അല്ലേ? 100 മൈനസ് 4 ഈക്വൽ ടു എത്രയാണ്? 96. അപ്പോൾ നമ്മുടെ 20ാം പദം അല്ലെങ്കിൽ 20th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 96. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ടേംസ് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഫസ്റ്റ് ടൈം എഴുതി കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അത് തമ്മിൽ നമ്മുടെ കോമൺ ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴും ബൈഹാർട്ടാക്കി വെച്ചിരിക്കണം. കാരണം നമുക്ക് ഏത് ശ്രേണി കിട്ടിയാലും അല്ലെങ്കിൽ ഏത് സീക്വൻസ് കിട്ടിയാലും പെട്ടെന്ന് അതിന്റെ ഓൾജിബ്രിക് ഫോം കണ്ടെത്താനുള്ള ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ഇത് നിങ്ങൾ ബൈഹാർട്ടാക്കി പഠിച്ചു വെച്ചേക്കണം. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എല്ലാം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ കണ്ടെത്താമെന്നും അതിന്റെ ഫസ്റ്റ് പ്രോബ്ലം ടെക്സ്റ്റിൽ ഇനി ഒരു 2 ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ മെയിൽ ID ഉണ്ട്, കമന്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.